ഹായ് ഫ്രണ്ട്സ്, ഒരു സന്തോഷ വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. 8 മാസത്തെ ഫ്ലിപ്കാർട്ടുമായുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ എനിക്ക് അനുകൂലമായിട്ട് കോടതി വിധി വന്നിരിക്കുകയാണ്. നവംബറിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാൻ ഒരു HP-യുടെ ലാപ്ടോപ്പ് ഓർഡർ ചെയ്തു. എനിക്ക് ലഭിച്ചത് ഡെല്ലിൻ്റെ ഒരു പഴയ ലാപ്ടോപ്പാണ്. 3 തവണ റിട്ടേൺ റിക്വസ്റ്റ് ചെയ്തെങ്കിലും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെ ഫ്ലിപ്കാർട്ട് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യണം, റിട്ടേൺ അക്സെപ്റ്റ് ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തു. 2 ദിവസത്തിന് ശേഷം റിട്ടേൺ അക്സെപ്റ്റ് ചെയ്തായി മെസ്സേജ് വന്നു. അടുത്ത ദിവസം തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ ഏജൻറ്റ് പിക്കപ്പ് എടുക്കുന്നതിനായി വീട്ടിൽ വന്നു. HP-യുടെ ലാപ്ടോപ്പിന് പകരം ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ആയതുകൊണ്ട് റിട്ടേൺ സ്വീകരിക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ് അവർ തിരികെ പോയി. ഞാൻ നാഷണൽ കൺസ്യൂമർ ഫോറത്തിൻ്റെ ഓൺലൈനായി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. റിട്ടേൺ പീരീഡ് കഴിഞ്ഞാൽ റീഫണ്ട് തരാൻ സാധിക്കുകയില്ലെന്നാണ് ഫ്ലിപ്കാർട്ടിൽ നിന്നും രേഖാമൂലം അറിയിച്ചത്. തുടർന്ന് കൺസ്യൂമർ കോർട്ടിൽ അഡ്വക്കേറ്റ് മുഖേന ഞാൻ കേസ് ഫയൽ ചെയ്തു. ഫ്ലിപ്കാർട്ടിൻ്റെ കോടതിയിലെ വാദം ഫ്ലിപ്കാർട്ട് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രമാണ്, സെല്ലർക്കാണ് പ്രോഡക്റ്റിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്നും ഇതൊരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നു. ഞാൻ പ്രോഡക്റ്റ് കണ്ട് സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് OTP ഷെയർ ചെയ്തതെന്നും ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കുന്നതിനായി യാതൊരു തെളിവുകളുമില്ലാതെ ഞാൻ കെട്ടിച്ചമച്ച ഒരു ആരോപണം മാത്രമാണ് ഇതെന്നാണ് ഫ്ലിപ്കാർട്ട് കോടതിയെ അറിയിച്ചത്. ഇതിന് മറുപടിയായി എൻ്റെ ഭാഗത്തു നിന്നുള്ള വാദത്തിൽ ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് എന്നുള്ള പ്രോഡക്റ്റ് ആണെന്ന് തെളിയിക്കുന്നതിനുള്ള സ്ക്രീൻഷോട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇതൊരു ഓപ്പൺ ബോക്സ് ഡെലിവറി ആയിരുന്നില്ല എന്ന് തെളിയിക്കുന്നതിനുള്ള CCTV ദൃശ്യങ്ങൾ ഞാൻ കോടതിയിൽ ഹാജരാക്കി. ഞാൻ ഫ്ലിപ്കാർട്ട് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് OTP നൽകി പ്രോഡക്റ്റ് സ്വീകരിക്കുന്നതും അൺബോക്സ് ചെയ്യുന്നതും പ്രോഡക്റ്റ് പുറത്തെടുത്ത് ഡെല്ലിൻ്റെ പഴയ ലാപ്ടോപ്പാണ് കാണുന്നതും വളരെ വ്യക്തമായിട്ട് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യമായതിനാൽ എനിക്ക് അനുകൂലമായ വിധി വന്നു. പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ്, ഇതുവരെയുള്ള ഇൻട്രസ്റ്റ്, നഷ്ടപരിഹാര തുക, കോടതി ചെലവ് എന്നിവ 1 മാസത്തിനുള്ളിൽ ഫ്ലിപ്കാർട്ട് എനിക്ക് നൽകുന്നതിന് കോടതി ഉത്തരവായി. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, അതുപോലെ കോടതിയിൽ എനിക്ക് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് ബ്ലസ്സിനും നന്ദി അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു.